ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് സ്കാൻ എടുക്കുന്ന ദിവസമാണ് കേട്ടോ. 3-ാം മാസം സ്കാൻ എടുക്കുന്ന ദിവസമാണ്. NT സ്കാനും അതിൻ്റെ കൂടെ തന്നെ ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ 8 മണിക്ക് തന്നെ ലാബിൽ നിൽക്കണം. അപ്പോൾ ഞങ്ങളൊരു 6:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി റോഡ് പണി നടക്കുവാണ്. റോഡെല്ലാം കുത്തിക്കളിച്ചിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് ബൈക്കിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് ഒന്നാമതേ ബ്ലീഡിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൈഷേട്ടനാണെങ്കിൽ നല്ല റോഡിൽ ചെന്ന് ബൈക്ക് കൊണ്ട് വെച്ചിട്ട് നമ്മളോട് നടന്നു വരാൻ പറയുവാണ്. അപ്പോൾ ചർച്ചിനടുത്താണ് ബൈക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൈഷേട്ടൻ നമ്മളെ കാത്ത് നിൽക്കുവാണ്. ഞങ്ങൾ പിന്നെ ബൈക്കിൽ കയറി പോവുകയാണ്. അപ്പോൾ ഒരു 6:30 കഴിഞ്ഞു. ഇനി നമുക്ക് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പോണ വഴിക്ക്. അത് കഴിഞ്ഞിട്ട് വേണം ലാബിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചായക്കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ അപ്പവും മുട്ടക്കറിയും, അബിക്കുട്ടന് ഇടിയപ്പം മുട്ടക്കറിയാണ് മേടിച്ചു കൊടുത്തത്. സൈഷേട്ടന് അപ്പം മുട്ടക്കറിയാണ് കഴിച്ചത് കേട്ടോ. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു പണി കിട്ടി. നല്ല മഴ തുടങ്ങി കേട്ടോ. മഴ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം സൈഷേട്ടൻ നമ്മൾ കഴിച്ച ചായക്കടയുടെ സൈഡിൽ തന്നെ ബൈക്ക് വെച്ചിട്ട് നമ്മളൊരു ഓട്ടോ പിടിച്ച് പോവുകയാണ് ലാബിലേക്ക്. കാരണം 8 മണിക്ക് സ്കാൻ സെൻറ്റർ നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്തിന് സ്കാൻ സെൻറ്റർ എത്തി. പക്ഷേ എപ്പോൾ ചെന്നാലും നല്ല തിരക്കാണ് കേട്ടോ അവിടെ. പ്രൈവറ്റ് സ്കാൻ സെൻ്ററാണ്. അപ്പോൾ മുന്നേ കൂട്ടി നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിളിച്ചു കേട്ടോ. പിന്നെ ഒരുപാട് പേര് നല്ല വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് വേഗം വിളിച്ചു. പിന്നെ അബിക്കുട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സെഷനും പുറത്ത് നിൽക്കുവാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും അബിക്കുട്ടന് മുട്ടയടിച്ച കാര്യം പലരും ചോദിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ചൂട് കാരണം അബിക്കുട്ടനും വെള്ളം തലയിൽ തങ്ങി നിന്ന് എപ്പോഴും ചുമയൊക്കെയാണ്. അതുകൊണ്ടാണ് അബിക്കുട്ടനെ മുട്ടയടിച്ചത് കേട്ടോ. പിന്നെ വേഗം നമ്മൾ സ്കാൻ കഴിഞ്ഞു. സ്കാൻ റിപ്പോർട്ട് കിട്ടി. അതിൽ നോർമലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്കാൻ ചെയ്യുന്ന ഡോക്ടർ. നമ്മൾ ഇന്ന് ഡോക്ടറെ കാണാൻ പോകുന്നില്ല, നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണാൻ പോകുന്നില്ല. കാരണം നമ്മൾ അതും കൊണ്ട് നേരെ ഇനി ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് വേറൊരു ലാബിലാണ് കേട്ടോ. വിവേക് എന്നാണ് ലാബിൻ്റെ പേര്. പ്രൈവറ്റ് ലാബാണ്. അപ്പം ഒരുപാട് പേരോട് ചോദിച്ചു ഇങ്ങനെ കമൻറ്റിലൂടെ സ്കാനിൻ്റെ റേറ്റ് എത്ര, ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റിൻ്റെ റേറ്റ് എത്രയൊക്കെ. NT സ്കാനിന് 2500 രൂപയും നമ്മുടെ ഈ ലാബിലേക്ക് ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റിന് 2000 രൂപയാണ് ചാർജ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാബിലേക്ക് പോവുകയാണ്. ലാബിൽ ചെന്നപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഡീറ്റെയിൽസൊക്കെ. മുന്നത്തെ കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് കുട്ടിക്ക് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ടോ, പിന്നെ ഏജൊക്കെ പ്രശ്നമാണ്. ഏജ് 35 കഴിഞ്ഞ എല്ലാവർക്കും മുന്നേ ഈ ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാവർക്കും ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് അത്യാവശ്യമാണ് കേട്ടോ. എനിക്ക് അബിക്കുട്ടൻ ഇങ്ങനെ ടെസ്റ്റൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഒരുപാട് എടുത്ത് സൈനൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോഴേക്കും അബിക്കുട്ടൻ എൻ്റെ സ്കാൻ റിപ്പോർട്ട് വായിച്ച് പഠിക്കുവാണ്. അവിടെ കിടന്നു. എന്തൊരു മനസ്സിലാവുമെന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പോയി ബ്ലഡ് കൊടുത്തിട്ട് ഞങ്ങൾ പുറത്ത് പോവാണ്. പുറത്ത് വന്നിട്ട് ഇനി അപ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിരുന്നേ ഉള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിലൂടെ ഒന്ന് പോകണം കേട്ടോ. ഞാൻ ചികിത്സിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഹോസ്പിറ്റലിന് അടുത്താണ്, വെട്ടുമണി ഹോസ്പിറ്റൽ ഇതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഞാൻ തൈറോയിഡിന് കൊടുത്തിരുന്നു ടെസ്റ്റ് ചെയ്യാനായിട്ട്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച ആയി. അങ്ങനെ ഞങ്ങൾ തൈറോയിഡിൻ്റെ റിസൾട്ടൂടെ മേടിക്കാനായിട്ട് നേരെ ലാബിൽ പോവാണ്. അവിടെ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, നമുക്ക് അത് മറ്റേ റിസൾട്ട് കിട്ടിയതിന് ശേഷമേ കാണാൻ പറ്റൂ. അങ്ങനെ തൈറോയിഡിൻ്റെ റിസൾട്ട് മേടിച്ച് കൈ വെച്ചിട്ട് നമ്മൾ വേഗം പോയി ഒരു ചായക്കടയിൽ പോയി ചായ കഴിക്കണം കേട്ടോ. അപ്പോഴേക്കും മണി 12 മണി ആയതേ ഉള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. നമ്മൾ വേഗം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. മാർത്താണ്ഡ ബസ് സ്റ്റോപ്പാണിത്. മിനിറ്റ് വെച്ച് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ തമിഴ്നാട് ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുകയാണ്. മിക്ക സ്ഥലത്തും നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അബിക്കുട്ടൻ നല്ല ഹാപ്പിയാണ് ബസ്സിൽ പോകുന്നതിന്. ആൾ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളൂ. അങ്ങനെ വേഗം നമ്മൾ ബൈക്കിരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. നല്ല അന്തരീക്ഷമായി. നമ്മൾ വേഗം പിന്നെ നേരെ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പുതുക്കട ചന്തയ്ക്ക് പോയി. ചന്തയിൽ പോയിട്ട് നമ്മൾ 12 മണി ആയതുകൊണ്ട് തന്നെ നമ്മൾ പോയി ചിക്കൻ എടുത്ത് വീട്ടിൽ നിന്ന് ചോറും കറിയൊക്കെ വെക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മലക്കറിയൊക്കെ മേടിച്ചു മലക്കറി കടയിൽ നിന്ന്. പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്ന്, നമുക്ക് പുതിയ ചട്ടി വേണമായിരുന്നു കേട്ടോ. എൻ്റെ പഴയ ചട്ടി ഹോള് വീണു. അങ്ങനെ ആൾ ചട്ടി മേടിക്കാനായിട്ട് കയറി. പിന്നെ നല്ല ചട്ടി നോക്കി സെലക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കൈ കിട്ടിയിട്ട് ചട്ടി എടുത്ത് വേഗം വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. 3 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് മേടിക്കാൻ പോകണം. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്